നമ്മുടെ പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും രൂപം നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. ജനപ്പെരുപ്പവും പുതിയ കെട്ടിട നിർമ്മാണ രീതികളും ശ്യാമള സുന്ദരമായ സ്ഥലങ്ങളെ അനവധി കൂറ്റൻ കെട്ടിടങ്ങൾ മാത്രമുള്ള മരുഭൂമികളാക്കി മാറ്റുകയാണ്. എങ്കിലും കുറെ മരങ്ങളും ചെടികളും അവശേഷിക്കുന്ന സ്ഥലത്തെല്ലാം ഇന്നും പക്ഷികളെയും മൃഗങ്ങളെയും കാണാൻ സാധിക്കും. നമുക്ക് സുപരിചിതമായ കുറച്ച് പക്ഷികളെയും അവയുടെ കുറച്ച് രസകരമായ സ്വഭാവ രീതികളെയും കുറിച്ചാണ് നാം ഇവിടെ കാണാൻ പോകുന്നത്. മനുഷ്യരെ ആശ്രയിച്ച് ജീവിക്കുവാൻ പഠിച്ച പക്ഷികളിൽ അഗ്രഗണ്യൻ കാക്ക തന്നെയാണ്. നമുക്ക് ചുറ്റും രണ്ടു തരം കാക്കകളെയാണ് കാണാൻ സാധിക്കുക. അതിലൊന്നാണ് നാടൻ കാക്ക അഥവാ ഹൗസ് ക്രോ. പേനക്കാക്ക എന്ന പേരിലും ഇവ അറിയപ്പെടുന്നു. ഇവയുടെ ശാസ്ത്രീയ നാമം കോർവസ് പ്ലന്റൻസ് എന്നാണ്. ചാരനിറം കലർന്ന കഴുത്തും മൂർച്ചയേറിയ കൊക്കും ഒതുങ്ങിയ ശരീരവും പേനക്കാക്കയുടെ പ്രത്യേകതകളാണ്. ദേഹമാസകലം നല്ല കറുപ്പ്, കൂറ്റൻ കൊക്ക്, പരുക്കൻ ശബ്ദം ഇവ ബലിക്കാക്കയെ പേനക്കാക്കയിൽ നിന്നും വേർതിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇതിനെ ജംഗിൾ ക്രോ എന്ന് വിളിക്കുന്നു. ഇതിന്റെ ശാസ്ത്രീയ നാമം കോർവസ് മാക്രോറിങ്കസ് എന്നാണ്. പേനക്കാക്കയെ മനുഷ്യർ വസിക്കാത്ത സ്ഥലത്തൊന്നും കാണുകയില്ല. ബലിക്കാക്ക മനുഷ്യനില്ലാത്ത സ്ഥലങ്ങളിലും ധാരാളം ജീവിച്ചു കൊള്ളും. എങ്കിലും പട്ടണങ്ങളിലും ഇത് സർവ്വസാധാരണമാണ്. അടുക്കളയിൽ നിന്നും ഭക്ഷണമുറിയിൽ നിന്നും നാം പുറത്തു കൊണ്ടുപോയി കളയുന്ന സാധനങ്ങളാണ് രണ്ടു ജാതിക്കാരുടെയും സ്ഥായിയായ ഭക്ഷണം. എലി തൊട്ട് എരുമ വരെ ചത്തുകിടക്കുന്ന എന്തിനേയും അവർ കൊത്തിവലിച്ചു തിന്നും. ഈയാമ്പാറ്റ പൊഴിയുമ്പോൾ അതിനെയും മാർത്തിയോടെ അകത്താക്കും. മാങ്ങയും ചക്കയും പഴുത്തു നിൽക്കുമ്പോൾ അതും സ്വാദു നോക്കും. ചിലതരം പക്ഷികൾ സർവ്വബുക്കുകളാണെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാക്ക. നമ്മുടെ പട്ടണങ്ങൾ വൃത്തികേടിന് പ്രസിദ്ധമാണ്. കാക്കകളില്ലായിരുന്നെങ്കിൽ പട്ടണങ്ങൾ പകർച്ചവ്യാധികളുടെ കൂത്തരങ്ങായേനെ. സമൂഹങ്ങളായി ജീവിക്കുന്ന പക്ഷികളാണ് കാക്കകൾ. പേനക്കാക്കകളും ബലിക്കാക്കകളും ഒരേ സ്ഥലത്ത് ഇര തേടും. പക്ഷേ ബലിക്കാക്കയ്ക്ക് കൂടുതൽ ശക്തിയുള്ളതിനാൽ പേനക്കാക്ക പലപ്പോഴും പേടിച്ച് പിന്മാറും. മനുഷ്യന്റെ കൂടെ തന്നെ ജീവിക്കുന്നതിനാൽ കാക്കകൾ നമ്മുടെ പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ, മതവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ എന്നിവയിലെല്ലാം സ്ഥലം പിടിച്ചിട്ടുണ്ട്. കാക്കയ്ക്ക് മരണമില്ല, കാക്ക 100 വയസ്സ് വരെ ജീവിക്കും എന്നെല്ലാം പറയാറുള്ളത് അന്ധവിശ്വാസങ്ങൾക്ക് ഉദാഹരണമാണ്. കയ്യിൽ കിട്ടുന്ന മരച്ചില്ലകളോ ചെറിയ കമ്പിക്കഷ്ണങ്ങളോ ചകിരിത്തുപ്പോ ഒക്കെ ഉപയോഗിച്ച് മരങ്ങളിൽ 3 മീറ്ററിൽ കുറയാത്ത ഉയരത്തിലാണ് ഇവ കൂടുകെട്ടുന്നത്. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണ് സാധാരണയായി പേനക്കാക്കകൾ കൂടുകൂട്ടുന്നത്. 3 മുതൽ 6 വരെ മുട്ടകളാണ് ഇടാറുള്ളത്. ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി അടയിരിക്കുകയും കുഞ്ഞിനെ നോക്കുകയും ചെയ്യാറുണ്ട്. ബലിക്കാക്കകളാവട്ടെ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് കൂടുകൂട്ടുന്നത്. സാധാരണയായി 4-5 മുട്ടകളാണ് ഇടാറുള്ളത്. ആണും പെണ്ണും മാറി മാറി അടയിരിക്കുകയും വിരിഞ്ഞു കഴിയുമ്പോൾ അവയ്ക്ക് ഭക്ഷണം തേടിപ്പിടിച്ച് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. നാഗരികത അംഗീകരിച്ച് നഗരവാസിയായി തീർന്ന മറ്റൊരു പക്ഷിയാണ് മാടപ്രാവ് അഥവാ അമ്പലപ്രാവ്. ഇംഗ്ലീഷിൽ ഇതിനെ ബ്ലൂ റോക്ക് പിജിയൻ എന്നും ഇതിന്റെ ശാസ്ത്രീയ നാമം കൊളംബ ലിവിയ എന്നുമാണ്. കാക്കയെ പോലെ ഇതും ഏവർക്കും സുപരിചിതനാണ്. ചാരം പൂശിയ ഇളം നീല നിറവും കഴുത്തിനു ചുറ്റും അനവധി നിറങ്ങൾ കലർന്ന് തിളങ്ങുന്ന തൂവലുകളും ചിറകുകളുടെ പിൻപകുതിയിൽ വിലങ്ങനെ 2 കറുത്ത പട്ടകളുമുള്ള ഈ പക്ഷിയെ കണ്ടാൽ അറിയാത്തവരില്ല. പൂവനും പിടയും തമ്മിൽ കാഴ്ചയ്ക്ക് വ്യത്യാസമില്ലാത്ത ഈ തടിച്ചുരുണ്ട പക്ഷികൾ കാക്കയെയും അങ്ങാടിക്കുരുവിയെയും പോലെ കൂട്ടം ചേർന്നാണ് ഇര തേടുന്നത്. അമ്പലപ്രാവുകൾ മലകളിലെ പാറക്കെട്ടുകളിലും ജീർണിച്ച പഴയ കോട്ടകളിലും മറ്റും മനുഷ്യരിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒട്ടനവധി എണ്ണം കടകമ്പോളങ്ങൾ അക്ഷയപാത്രങ്ങളാണെന്ന് കണ്ടുപിടിച്ച് പട്ടണങ്ങളിലെ വലിയ കെട്ടിടങ്ങളിൽ കൂടുകെട്ടി ജീവിക്കുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയുടെ മുഖ്യ ആഹാരം മത്സ്യമായതുകൊണ്ട് ഇവയെ ജലാശയങ്ങൾക്ക് ചുറ്റുമാണ് സാധാരണയായി കാണാറ്. മീൻകൊത്തി വർഗക്കാരനാണെങ്കിലും മത്സ്യം തിന്നാതെ ജീവിക്കാൻ കഴിയുന്ന പക്ഷിയാണ് മീൻകൊത്തി ചാത്തൻ. ഇതിന്റെ ഇംഗ്ലീഷ് നാമം വൈറ്റ് ബ്രസ്റ്റഡ് കിങ് ഫിഷർ എന്നും ശാസ്ത്രീയ നാമം ഹാൽസിയോൺസ് മൈറൻസിസ് എന്നുമാണ്.
നെറ്റിയിൽ നിന്ന് പിൻകഴുത്ത് വരെ കടുത്ത ചോക്ലേറ്റ് നിറം, താടി, തൊണ്ട, മാറിടം എന്നിവ തൂവെള്ള, അടിവശത്ത് ഈ ഭാഗങ്ങൾ ഒഴികെയുള്ളതെല്ലാം ചോക്ലേറ്റ് നിറം, പുറവും ചിറകുകളും വാലും മനോഹരമായ നീല നിറം, ചുമലിൽ ത്രികോണാകൃതിയുള്ള ഒരു കറുത്ത പട്ട. പുല്ലിലും ചെടികളിലും ജീവിക്കുന്ന പുൽപ്പോന്ത്, തുള്ളൻ മുതലായ ചെറു പ്രാണികളെയും ചെറിയ ഓന്തുകളെയും തരം കിട്ടിയാൽ ചെറുപക്ഷികളുടെ കുഞ്ഞുങ്ങളെയും തിന്നാറുള്ള ഈ മീൻകൊത്തി പട്ടണങ്ങളിലെ വീട്ടുവളപ്പുകളിലും സാധാരണ വരാറുണ്ട്. പുള്ളി മീൻകൊത്തി അഥവാ പൈഡ് കിങ്ഫിഷർ. ഇതിന്റെ ശാസ്ത്രീയ നാമം സിറൈൽ റുഡിസ് എന്നാണ്. മറ്റു മിക്ക മീൻകൊത്തികളും നീല നിറം ധാരാളമുള്ള പക്ഷികളാണ്. പുള്ളി മീൻകൊത്തിയുടെ ദേഹത്തിൽ വെള്ളയും കറുത്ത നിറവും മാത്രമേ ഉള്ളൂ. പുഴ, കുളം, തടാകം, കായൽ എന്നിവയിലെല്ലാം കാണാവുന്ന പക്ഷിയാണ് ഇത്. ഈ പക്ഷി ജലപ്പരപ്പിന് മീതെ ചിറകടിച്ചുകൊണ്ട് ഒരേ സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിൽക്കും. പെട്ടെന്ന് വെള്ളത്തിൽ വീണ് ഒരു മത്സ്യത്തെ കൊക്കിലാക്കി ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു വിഴുങ്ങും. ചെറിയ മീൻകൊത്തി അഥവാ കോമൺ കിങ്ഫിഷർ. ഇതിന്റെ ശാസ്ത്രീയ നാമം അൽസിഡോ ആറ്റിസ് എന്നാണ്. അങ്ങാടിക്കുരുവിയേക്കാൾ അല്പം വലിയ പക്ഷിയാണിത്. തിളക്കമുള്ള നീല നിറമാണ് ഉപരിഭാഗത്തെല്ലാം. അടിവശത്ത് ചെമ്പിച്ച കാവി നിറം. ശരവേഗത്തിൽ ജലപ്പരപ്പിന് തൊട്ടുമീതെയായി പറന്നുപോകും. കുളക്കരയിലെ കല്ലുകളും താഴ്ന്ന മരക്കൊമ്പുകളുമാണ് ഇരിപ്പിടങ്ങൾ. മഞ്ഞക്കിളി അഥവാ ബ്ലാക്ക് ഹെഡഡ് ഓറിയോൾ. ഇതിന്റെ ശാസ്ത്രീയ നാമം ഓറിയോളസ് സാന്തോർണസ് എന്നാണ്. ചെറുപ്രാണികൾ, പഴങ്ങൾ, പൂന്തേൻ എന്നിവയാണ് ഭക്ഷണം. ഒറ്റയ്ക്കോ ഇണയായോ കാണപ്പെടും. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലങ്ങളിൽ കൂടുകൂട്ടും. ശരീരം തിളക്കമാർന്ന മഞ്ഞ നിറം, കറുത്തിരുണ്ട തല, കഴുത്ത്, ചിറകുകളിലും വാലിലും കറുത്ത നിറം, പിങ്ക് നിറമുള്ള കൊക്ക്, ചുവന്ന കണ്ണ് എന്നിവയാണ് കിളിയുടെ പ്രത്യേകതകൾ. നാട്ടിൻപുറത്തും പട്ടണത്തിലും ധാരാളം കാണപ്പെടുന്ന തത്തയാണ് മോതിരത്തത്ത. ഇതിന്റെ ഇംഗ്ലീഷ് നാമം റോസ് വിങ്ഡ് പാരക്കീറ്റ് എന്നും ശാസ്ത്രീയ നാമം സിറ്റാക്കുല ക്രമേരി എന്നുമാണ്. പൂവന് കഴുത്തിനു ചുറ്റും റോസ് നിറത്തിൽ ഒരു മാലയുണ്ട്. പിടയ്ക്ക് അതില്ല. തത്തകൾ കൂടുവെക്കുന്നത് മാളങ്ങളിലാണ്. പക്ഷികളുടെ ഇടയിലും മനുഷ്യർക്ക് ഹാനി ചെയ്യുന്ന ചിലതുണ്ട്. തത്ത അതിനൊരു ഉദാഹരണമാണ്. ധാന്യവിളകളെയും ഫലങ്ങളെയും നശിപ്പിച്ച് നഷ്ടമുണ്ടാക്കുന്നതിന് ഈ പക്ഷിയെ കുറ്റപ്പെടുത്താതെ നിവൃത്തിയില്ല. നാട്ടുമരംകൊത്തി അഥവാ മലബാർ ഗോൾഡൻ ബാക്ക്ഡ് വുഡ് പെക്കർ. ഇതിന്റെ ശാസ്ത്രീയ നാമം ഡൈനോപ്പിയം ബംഗാലൻസ് എന്നാണ്. സാധാരണയായി ഇവയെ നമ്മുടെ നാട്ടിൻപുറത്തും നിത്യഹരിത വനങ്ങളിലും കാണാറുണ്ട്. ഇവ മിക്കപ്പോഴും ഇണകളായാണ് കാണപ്പെടുന്നത്. ഇവയുടെ പ്രധാന ഭക്ഷണം പുഴുക്കളും ചെറുപ്രാണികളുമാണ്. നെറ്റി മുതൽ പിടലി വരെയുള്ള ശിഖ ചുവപ്പാണെങ്കിൽ പക്ഷി പൂവനായിരിക്കും. നെറ്റി വെള്ളപ്പുള്ളികളുള്ള കറുപ്പാണെങ്കിൽ പിടയാണ്. വാലിന് മുകളിലുള്ള ഭാഗം കറുത്ത നിറമായിരിക്കും. പ്രജനന കാലം അടുക്കുമ്പോൾ കൊക്കുകൊണ്ട് ചെണ്ട കൊട്ടുന്ന സ്വഭാവം ഇവയ്ക്കുണ്ട്. 2 മുതൽ 10 മീറ്റർ വരെ ഉയരത്തിൽ മരപ്പൊത്തുകളിലാണ് ഇവ കൂടുകൂട്ടാറ്. വെളുത്ത നിറമുള്ള 2 മുതൽ 4 വരെ മുട്ടകൾ ഇടാറുണ്ട്.